സാർ, എന്താണ് ഈ മിഷൻ 100? ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഈ മിഷൻ 100. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവാണ് ഈ മിഷൻ 100 എന്നാണ് പറയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ ഒരു ആക്ഷൻ പ്ലാനാണ് മിഷൻ 100 എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് ഈ മിഷൻ 100ൽ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്? അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് തന്നെ ബി.ജെ.പി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒന്നാണ് മിഷൻ 100. ഈ നിയമസഭയ്ക്ക് മുമ്പായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒക്ടോബർ നവംബറിൽ നടക്കും. അതെ, ഡിസംബറിലായിരിക്കും പുതിയ ഭരണസമിതി അധികാരത്തിൽ വരിക. തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം പുതിയ ഭരണസമിതി വരാൻ പോകുന്നത് ഡിസംബർ. വൈകിപ്പോയി. കാരണം അത് ആ കോവിഡ് കാലം മുതൽ ഉണ്ടായ കഴിഞ്ഞ 2020 കോവിഡ് വന്നതുകൊണ്ട് ഇത് ഒക്ടോബറിൽ നടക്കേണ്ടത് നവംബറും കഴിഞ്ഞ് ഡിസംബർ ആദ്യമായി. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഡിസംബറിലായിരിക്കും പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ നവംബറിൽ തെരഞ്ഞെടുപ്പായിരിക്കും, നവംബർ അവസാനം ഡിസംബർ ആദ്യത്തോടു കൂടി. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ടാണ് ഈ മിഷൻ 100 വരുന്നത്. അപ്പം ഇതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതും കൂടി ഉന്നം വെച്ചുകൊണ്ടാണ് ഈ മിഷൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇപ്പം തന്നെ ബി.ജെ.പി ഏതാണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പാർട്ടി നടത്തിയിട്ടുണ്ട്. ഒന്നും പുറം ലോകത്തേക്ക് വിട്ടിട്ടില്ല. അനൗദ്യോഗികമായിട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്, പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പം ഈ ഓരോ മണ്ഡലത്തിലേക്ക് ഓരോരുത്തരെ അങ്ങ് അസൈൻ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മണ്ഡലത്തിലുള്ള പഞ്ചായത്തുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകാനും ഒക്കെ സാധിക്കും. ഒരു സ്ഥാനാർത്ഥിയെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് എന്നുള്ള ഒരു അപരിചിതത്വം അതിനകത്ത് വരുത്തില്ല. അപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ സജീവമായിട്ട് അവിടെ നിൽക്കുകയും ആ മണ്ഡലത്തിലെ നല്ല സ്ട്രാറ്റജിയാണത്. ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 19 പഞ്ചായത്തുകളിലും 2 നഗരസഭകളിലുമാണ് പാർട്ടിക്ക് ഭരണം. പാലക്കാടും പന്തളവും. പിന്നെ 20ഓളം പഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും മുഖ്യ പ്രതിപക്ഷമായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തി നിൽക്കുകയാണ് ഭരണത്തോടെ. ഭരണത്തിന് അടുത്ത് നിൽക്കുകയാണ്. 35 സീറ്റുണ്ട്. ഏതാണ്ട് ഒരു 10-17 സീറ്റുകളൂടെ കിട്ടിയാൽ ബി.ജെ.പിക്ക് ഭരിക്കാൻ ആവശ്യമായ കംഫർട്ടബിൾ മെജോറിറ്റി അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് പാർട്ടി 1-2 സ്ഥാനങ്ങളിലെത്തിയ 100 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ആ ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിലെത്താനാണ് നീക്കം. 100 പഞ്ചായത്തുകളിൽ 300ഓളം പഞ്ചായത്തുകളിൽ പാർട്ടി വോട്ട് വിഹിതം ഗണ്യമായി കൂടിയിട്ടുണ്ട്. അത് കൂട്ടുകയും ഭരണം പിടിക്കാനുള്ള നീക്കവും. ഏതാണ്ട് 20% ബി.ജെ.പിയുടെ വോട്ടെത്തി. പക്ഷേ നമ്മൾ ഏറ്റവും പ്രസക്തമായിട്ട് പറയേണ്ട കാര്യം തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് പാർട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തക്കവണ്ണമുള്ള ഒരു കരുത്തുള്ളത്. ബാക്കിയുള്ള സ്ഥലത്ത് ബി.ജെ.പി മോശമാണെന്നല്ല, പക്ഷേ തിരുവനന്തപുരവും തൃശ്ശൂരും എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാൽ പിന്നെ കരുത്തുള്ളത് പാലക്കാടും കാസർഗോഡുമാണെന്ന് തോന്നുന്നു. അതെ, അല്ല അതിനകത്ത് കാരണം തൃശ്ശൂർ എന്ന് പറയുന്നത് ലോക്സഭ കിട്ടിയ ഇടമാണ്. അവിടെ 7-6 സീറ്റിലും സുരേഷ് ഗോപി മുന്നിലായിരുന്നു. നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ടോട്ടൽ 3/4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ച് കയറിയത്. പിന്നെ തിരുവനന്തപുരത്ത് ഏതാണ്ട് തോറ്റു എന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വിജയത്തിലേക്കാണ് നിൽക്കുന്നത് തിരുവനന്തപുരം ലോക്സഭയിൽ. അപ്പൊ അത് തന്നെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാർഡുകളിൽ പോലും വലിയ മുന്നേറ്റം ബി.ജെ.പിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ മുനിസിപ്പാലിറ്റികളിൽ 10 എണ്ണത്തിൽ പാർട്ടി മുന്നിലെത്തിയിട്ടുണ്ട്. 20ഓളം മുനിസിപ്പാലിറ്റികളിൽ ഗണ്യമായ വോട്ട് വർധനവും ഉണ്ടായി ഈ കഴിഞ്ഞ ലോക്സഭയിൽ. കോർപ്പറേഷനുകളിൽ 2 എണ്ണത്തിൽ മുന്നിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ബി.ജെ.പി സംസ്ഥാനത്ത് 100 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുകയാണ് ലക്ഷ്യം. 100 പഞ്ചായത്തുകളിൽ 10 നഗരസഭകളിലും 2 കോർപ്പറേഷനുകളിലും അതിനുവേണ്ടി പ്രത്യേക ശ്രദ്ധ നൽകുന്ന
ഒരു പദ്ധതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഈ മിഷൻ 100. അതിനോടൊപ്പം ഈ പഞ്ചായത്തുകൾ ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പ്രകടന പത്രികയാണ് പലപ്പോഴും ഇറക്കുക. അതെ, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് അങ്ങനെയാണ്, അതെ, രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് വേറൊരു. പൊതുവെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പ്രകടന പത്രിക, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മറ്റൊന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വേറെ. ഇവിടെ ഓരോ പഞ്ചായത്തിലും BJP പ്രകടന പത്രിക, അതായത് ഇത് കൂടാതെ ഓരോ പഞ്ചായത്തിലേക്കും പ്രത്യേകം വികസന അജണ്ടകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക ഉണ്ടാകുമെന്ന് ചുരുക്കം. കാരണം അത് നല്ലതാണ്. ഈ ഓരോ പഞ്ചായത്ത് എന്ന് പറയുമ്പോഴേ അവിടെ പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതെ അതെ. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്ത്, അവിടുത്തെ ഭൂമിശാസ്ത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ നഗരത്തിനോട് കേന്ദ്രീകൃതമായിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത്. നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പഞ്ചായത്തുകളുണ്ടല്ലോ തൊട്ടടുത്ത് നിൽക്കുന്ന. അപ്പോൾ അത് രണ്ടും പിന്നെ അതിൻ്റെ ജിയോഗ്രഫിക്കൽ ഘടനയിൽ മാറ്റമുണ്ട്, അവിടുത്തെ ആവശ്യങ്ങളിൽ മാറ്റമുണ്ട്. പിന്നെ ചില ഉൾ പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലും ഉണ്ട് നമ്മൾ അറിയാതെ കിടക്കുന്നത്. ആ പ്രദേശത്ത് അറിയപ്പെടുന്നതാണ് ചില ഈ പഞ്ചായത്തുകളിൽ. ഇപ്പം ഞാൻ പറയാം, പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഉള്ള പഞ്ചായത്തുകളിലേക്ക് പോയാൽ അവിടെ ശബരിമല തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരുടെ യാത്ര ആ വഴിയിലൂടെയാണ്. അപ്പോൾ ആ പഞ്ചായത്തുകളിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടത്താവളങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അത്തരത്തിൽ അവിടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഇടത്താവളം വരുന്നതുകൊണ്ട് എന്താ നമുക്ക് പഞ്ചായത്തിൻ്റെ എല്ലാം നേട്ടം? അവിടെ അതിൻ്റെതായ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. അവിടെ 10 കടകൾ വരും. അതെ, ഉപജീവനത്തിനുള്ള പല വഴികൾ തെളിയുകയാണ്. അപ്പം ഇത്തരത്തിൽ പിന്നെ ചിലയിടങ്ങളിൽ നമ്മൾ അറിയാത്ത തരത്തിൽ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളില്ലേ, അതിനെയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പലതരത്തിലുള്ള ചെറിയ ഇൻഡസ്ട്രി തുടങ്ങാനുള്ള സൗകര്യങ്ങളും ഒക്കെ കിട്ടും. സംരംഭകരായിട്ടൊക്കെ പലരും വന്നു കഴിഞ്ഞാൽ വലിയ മുതൽ മുടക്കുണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും ഒക്കെ ഉണ്ട്. അങ്ങനെ അത്തരത്തിൽ പ്രത്യേകമായിട്ട് ഇരിക്കുക. ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ മിഷൻ 100 വരുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പദ്ധതികളൊക്കെ തന്നെ ഈ ജനങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ എത്തിക്കണം. അത് അങ്ങനെ ഒരു അവയർനെസ്സിന്റെ കുറവുണ്ട് എന്ന് പൊതുവെ ഉണ്ട്. അവയർനെസ് ഇല്ല, പലർക്കും അറിയത്തില്ല. പ്രധാനമന്ത്രി ഇന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അതിന്റെ നഷ്ടവും അവർക്ക് തന്നെയാണ്. കാരണം സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വേണ്ട വിധത്തിൽ വാങ്ങിച്ചെടുക്കാൻ കഴിയാതെ പോകും. എനിക്ക് തോന്നുന്നു ഈ BJP ഇപ്പോൾ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ രൂപീകരിച്ചത് അതിനു വേണ്ടിയിട്ടായിരിക്കും. വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ടി കേന്ദ്രങ്ങൾ, പാർട്ടി ഓഫീസുകൾ സേവാ കേന്ദ്രങ്ങളായി മാറണം. അത് കറക്റ്റാണ്. അവിടെ എപ്പോഴും ഒരാളുണ്ടായിരിക്കണം. ഒരാൾ വന്നു, ഇതെന്താണ് പ്രധാനമന്ത്രിയുടെ എന്താ ഉജ്ജൽ പദ്ധതി, അതെന്താണ്, അപ്പോൾ അതിന്നതാണ്. ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ഈ ലൈഫ് മിഷന്റെ വരുന്ന വീട് ആവാസ് യോജന, പിന്നെ അതുപോലെ ഈ ഇവർക്ക് മക്കൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് സൗകര്യങ്ങൾ, അതിന്റെ സൗകര്യങ്ങൾ, അത് ഏത് വഴിയിലൂടെയാണ്, എന്തൊക്കെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഇവര് പഞ്ചായത്ത് തലത്തിൽ കേന്ദ്രീകരിക്കുമ്പോഴേ ഇതിന്റെ ഒരു ഇമ്പാക്ട്, സ്വീകാര്യത ഉണ്ടാവും. ഇതിന്റെ മുഴുവൻ ഒരു ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കിട്ടും. ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ, നിയമസഭാ സ്ഥാനാർത്ഥികളെയും ഒക്കെ ഉൾപ്പെടെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് പോകുമെന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.